നമ്മൾ ഈ പുരുഷന്മാർ എല്ലാ പുരുഷന്മാരും അല്ല, കുറച്ച് ആളുകൾ ഇനി ഉൾപ്പെടെ ഞാൻ പറയുന്നത് ഇനി കയറി ഇങ്ങോട്ട് പറ്റിയതാ. ഓ ടിനി ടോമിനി മമ്മൂക്കയുടെ വില്ലനത്തെ ഒരു ഷോ, ഞാൻ പേരൊന്നും പറയില്ല, ഒരു തരത്തിലും ഈ സമൂഹത്തിൽ നിങ്ങളില്ല ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഒരു ഷോ. എന്നെ വെച്ചിട്ട് ഇറക്കിയാൽ ഇപ്പൊ ഒരാളും വീട്ടിൽ നിന്ന് ഇന്ന് ടിനി ടോമിന്റെ സിനിമ കാണാം തേച്ച് ഷർട്ടിട്ട് ആരും വരൂല എന്ന് എനിക്കറിയാം. ഉള്ള സത്യം പറയാലോ. പ്ലേ തുടങ്ങുന്നത് ലാൽ സാറിന്റെ നമസ്കാരം എന്ന് പറയുന്നതിനുള്ള ഓഡിയൻസ് നല്ല രാഷ്ട്രീയം ഏതുമായിട്ട് സന്തോഷിന്റെ രാഷ്ട്രീയമാണ് എന്റെ രാഷ്ട്രീയമാണ്. സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയെ കുറിച്ച് അത് ഞാൻ അത് ഭയങ്കര അയപ്പിച്ചാണ്. ഞാൻ വീട്ടിൽ പാടിയപ്പോ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫ് കൊച്ചിനെ പോലെ കൊണ്ടു നടക്കുന്ന ഒരു പൂച്ചയുണ്ട്. ഈ പൂച്ച ഒരു ഒറ്റ ഓട്ടം മുകളിലേക്ക് ഓടിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. എന്റെ കുഞ്ഞല്ലേ നീ അച്ഛൻ്റെ പൊന്നല്ലേ, പൊന്നു മോളല്ലേ നീ എൻ്റെ തങ്കക്കൂടമല്ലേ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്ക് സ്വാഗതം. ഒരു മത്ത് പിടിച്ച അവസ്ഥ എല്ലാവരും സിനിമയുടെ പേര് അല്ല കാണുമ്പോ എന്റെ ഐതർക്കൊക്കെ മത്ത് പിടിച്ചു തോന്നുന്നത്. ആക്കാനുള്ള പരിപാടിയാണ്. മത്തടിച്ചിട്ടായിരിക്കണമെന്ന് ആക്കാനുള്ള പരിപാടിയല്ലേ? അതെ, ടിനിയുടെ മത്തേക്ക് വയ്ക്കേ. അല്ല എന്ത് മത്താ പറയും? ആ സിനിമയുടെ മത്ത് പിടിച്ച കറക്റ്റ്. അല്ല എന്താ തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ടാണ് സിനിമയുടെ മത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ പേര് പോലെ തന്നെയായിരിക്കും ഈ സിനിമ കാണുമ്പോൾ നമുക്കിത് എന്താണെന്ന് ചിന്തിച്ച് നടക്കാൻ പറ്റും അല്ലെ? എനിക്ക് അങ്ങനെ തോന്നുന്നു. ഈ സിനിമയുടെ ഒരു ഗെറ്റപ്പും പോസ്റ്ററുകളൊക്കെ കണ്ടിട്ട് ഇന്നുവരെ കാണാത്ത രീതിക്കുള്ള അഭിനയ മികവുകൾ ടിനിയും സന്തോഷവും ഒക്കെ കാഴ്ചവെച്ചു എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അത് പറയേണ്ടത് ഇനി പ്രേക്ഷകരാണ്. ഇപ്പോൾ പറയാൻ അവസരം ഡയറക്ടറാണ്. തീർച്ചയായിട്ടും പറയൂ. മത്ത് എന്ന് പറയുന്ന സിനിമ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മത്ത് താങ്കളിപ്പോൾ പറഞ്ഞ മത്ത് ആണ്. പക്ഷേ അതിലൊരു ഒരു കൂട്ടിച്ചേർക്കൽ കൂടി ഉണ്ട്. അതിൽ മത്ത് എന്ന് പറയുന്ന സംബന്ധം നമ്മൾ ഈ പുരുഷന്മാർ എല്ലാ പുരുഷന്മാരും അല്ല, കുറച്ച് ആളുകൾ ചില ആളുകൾ ആലോചിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ സൊസൈറ്റിയിലുള്ള പെണ്ണുങ്ങൾ, ഈ സ്ത്രീകൾ പുരുഷന്മാരുടെ അടിമകളാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വല്ലാത്ത ഒരു ബൗദ്ധികമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പേശീബലം കൊണ്ട് അവർ നമ്മുടെ അടിമകളാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക തരം മത്തുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. നമ്മുടെ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവരൊക്കെ നമ്മൾക്ക് താഴെയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും നമ്മൾ ഈ അടുത്തിടെയായി, അല്ലെങ്കിൽ ചിലപ്പം പഴയ കാലം മുതൽ ഇങ്ങോട്ടേക്ക് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം ഒരേ സമയം തന്നെ താങ്കൾ പറഞ്ഞ ഈ മത്തും ഇല്ല, എന്നാൽ താങ്കൾ ഉദ്ദേശിച്ച മത്ത് ലഹരി, ഈ മത്തുണ്ട്. ആ ലഹരിയും ഞാൻ ഈ പറഞ്ഞ ഈ പേശി ബലത്തിന്റെ അല്ലെങ്കിൽ ആണത്തത്തിന്റെ ഒരു മത്തും അതിങ്ങനെ പാരലായിട്ട് ഒരു റൂട്ടിൽ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഈ സിനിമയിലൂടെ നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ തുടക്കം തന്നെ ഈ പേരിലേക്ക് എത്തിയത്. അതെ അല്ലെ? ലെറ്ററിംഗിൽ തന്നെ ഉണ്ട് സ്ത്രീയുടെ ഒരു മുഖം വരുന്നുണ്ട്. അല്ലെ? സ്ത്രീയുടെ മുഖമുണ്ട്, ഒരു പുരുഷന്റെ മുഖമുണ്ട്, പുറംതിരിഞ്ഞ് നിൽക്കുന്ന വേറൊരു പുരുഷന്റെ മുഖമുണ്ട്. പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആരാണ് ഒരു ചോദ്യമാണ്. പുറംതിരിഞ്ഞ് നിൽക്കുന്നത് ഇതെല്ലാം ഞാൻ പറയട്ടെ, ഇപ്പൊ ഹൈദരാലിയിൽ തന്നെ കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട്, അല്ല ഞാൻ കാര്യം ഉദാഹരണത്തിന് പറയണം, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഇപ്പൊ ഭാര്യ എടുത്ത് അതിൽ ചായ എടുക്കടിയെന്ന് പറയും. തിരിച്ച് ഭാര്യ ഒരു ദിവസം പറയും ചായ എടുക്കടാന്ന് പറയും. 2ാം ദിവസം നിങ്ങൾ സമ്മതിക്കോ ചായ എടുക്കടാന്ന് പറഞ്ഞാൽ? ഇല്ല. അപ്പൊ ഇങ്ങനെയാണ്. അതെന്താണ് പറ്റാത്തത്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുന്ന കാലഘട്ടം ആ രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തുറന്നു കാണിക്കുന്നു ഈ സിനിമയിലൂടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എല്ലാ വീട്ടിലും ഉള്ളതാണ്. അതെ. എനിക്കൊരു ഉദാഹരണം, പക്ഷെ പുറത്ത് പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് പുറത്ത് പറയുന്നത് ഇതിലൂടെയാണ് പറയുന്നത്. ഇതുവരെയായിട്ടും പറയാത്ത ചിലപ്പോൾ ഒരാൾ അയാൾ ഒന്നല്ല. കാരണം വെച്ചാൽ ഞാൻ ഒന്നല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ ഉള്ളിൽ 1, 2, 5, 10, 1000 വേറെ 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 സാഹചര്യത്തിനനുസരിച്ചിട്ട്, സന്ദർഭങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ മുഖങ്ങൾ മാറും.
അപ്പോൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ ആലോചിക്കുന്ന സമയത്ത് ഒരാളൊന്നല്ല. മനസ്സിലായി. അപ്പോൾ അതാണ് ഈ സിനിമ പറയുന്ന അതിൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സാധനം ഇതിലുണ്ട്. എന്ന് വെച്ചാൽ ഒരു ബുദ്ധിജീവി ജാട സംഭവങ്ങളുള്ള ഒരു സിനിമയല്ല. എല്ലാവരും കാണേണ്ട സിനിമ, വളരെ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതോടൊപ്പം പാരലായിട്ട് അത് ഞാനിപ്പോൾ പറയുന്നത് ഇത് എഴുതിയ ആൾ എന്നുള്ള രീതിയിലുള്ള ട്രാക്കിലുള്ള സംഭവമാണ് പറയുന്നത്. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. കാരണം ഞാൻ കാണുന്നതും ഹൈദർക്ക കാണുന്നതും ടിനിച്ചേട്ടൻ കാണുന്നതും സന്തോഷേട്ടൻ കാണുന്നതും സിനിമകൾ കാണുമ്പോൾ പോലും നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിഫറൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് പറഞ്ഞാൽ ഞാനിത് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെറിയ രീതിയിൽ ആലോചിച്ചൊരു സംഭവം ഇതാണ്. തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ എന്നിൽ ഒരാളെ എനിക്ക് കാണാൻ പറ്റും, തീർച്ചയായിട്ടും ഇനിയിൽ ഒരാളായിട്ട് എനിക്ക് കാണാൻ പറ്റും, സന്തോഷമുള്ള ഒരാൾ അല്ല അങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റുമ്പോഴാണ് സിനിമ നമ്മളിലേക്ക് അടുക്കുന്നത്. അങ്ങനെ എല്ലാ പ്രേക്ഷകർക്കും അങ്ങനെ ആയി തീർന്നാൽ സിനിമയുടെ ഒരു വിജയം ഉണ്ടാകും, മാറ്റമില്ല. ഇനി ഈ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നുന്നത്, ഇത്തരമൊരു സബ്ജക്ട് ചെയ്യാം എന്ന് തോന്നാനുള്ള കാരണം ഉണ്ടാവുമല്ലോ? ഒന്ന് ഞാനിത് ചോദിച്ചത് എന്നെ വെച്ചിട്ട് ഇറക്കിയാൽ ഇപ്പം ഒരാളും വീട്ടിൽ നിന്ന് ഇന്ന് ടിനി ടോമിൻ്റെ സിനിമ കാണാം തേച്ച് ഷർട്ടിട്ട് ആരും വരില്ല എന്ന് എനിക്കറിയാം. ഉള്ള സത്യം പറയാമല്ലോ, ഈ സബ്ജക്റ്റ് അത് ഡിമാൻഡ് ചെയ്താലേ ആൾക്കാർ വന്ന് കാണുള്ളൂ. ഞാൻ ഇതെല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ്, പരാജയങ്ങളും വിജയങ്ങളുടെ കൂടെ ഒക്കെ നിന്നിട്ടുള്ളതാണ്. എന്നാൽ വിജയത്തിനേക്കാൾ കൂടുതൽ പരാജയപ്പെട്ട സിനിമകളിലായിരിക്കും നിന്നേക്കണം, അതിൻ്റെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു അവസരം കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വിരളമായിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാനിപ്പോൾ തന്നെ ഒരു 5-6 സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള. പക്ഷേ അതിൽ ഏറ്റവും മികച്ചത് ഇതെന്ന് ഞാൻ പറയുന്നതല്ല, എല്ലാം വ്യത്യസ്തമാണ്. പക്ഷേ ഇത് ഇത്തിരി റിസ്കി എലമെൻ്റാണ്. ഇത് യഥാർത്ഥത്തിൽ എന്നെ അല്ല കാസ്റ്റ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ ഒരു വേഷം വരുമ്പോൾ ആ നടന് പ്രത്യേക സാഹചര്യത്തിൽ വരാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ തന്നെ ഒരു 10 പ്രാവശ്യം ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു കഥാപാത്രം എൻ്റെ എത്തിക്സിന് ചേർന്നാണെന്ന് വെച്ചാൽ അല്ല. അപ്പം ഇത്ര എത്തിക്സ് അല്ലാത്തത് നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നൊരു ചോദ്യം വരാം. എനിക്ക് വിവാദം ഉണ്ടാകാം, പല വിമർശനങ്ങളും ഉണ്ടാകും. കാരണം നിങ്ങൾ ഇതുപോലത്തെ സബ്ജക്റ്റ് ചെയ്യരുതായിരുന്നു പറയും. ഇത് ഞാനല്ല, ഇതൊരു കഥാപാത്രമാണ്. ഇതിൽ ഞാൻ കള്ളടിക്കുന്നുണ്ട്, കഞ്ചാവ് വലിക്കുന്നുണ്ട്. ഇപ്പം ജോർജ് സാറിൻ്റെ ആൻ്റണി എന്ന് പറഞ്ഞ പടത്തിൽ ജോജുവിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത ക്യാരക്ടർ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്ററാണ് കാണുന്നത് എൻ്റെ ഫോട്ടോ വെച്ചിട്ട്. ഞാൻ നോക്കിയപ്പോൾ മയക്കുമരുന്ന് കേസിൽ പിടിയിലായ വടക്ക് സേവിയറിനെ പിടിച്ച പോലീസിന് അഭിനന്ദനങ്ങൾ. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് വെച്ചിട്ട് എന്താ കഥാപാത്രം അങ്ങോട്ട് വരും, നീ മയക്കുമരുന്ന് കച്ചവടക്കാരനാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ജീവിതമായിട്ട് ബന്ധമില്ല, പക്ഷെ ആ സിനിമയിൽ കഥാപാത്രമായി മാറേണ്ടി പറ്റില്ലല്ലോ. അപ്പൊ എന്താണ് ഞാൻ പെണ്ണുപിടുത്തക്കാരനും മറ്റും ഇതൊക്കെയാണ് അതിൻ്റെ അത്. അപ്പൊ അങ്ങനെ ഒരു കാസ്റ്റിംഗ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. സാറെന്താണ് നീ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൽ വന്നപ്പോഴും എൻ്റെ ജീവിതത്തിലെ എത്തിക്സ് ആയിട്ട് ചേരാത്തൊരു കഥാപാത്രമാണ്. അത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് നാടകം കൂടി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പക്ഷേ ഇത് ചില ആൾക്കാർ ഇതുപോലത്തെ ക്യാരക്ടർ ഞാൻ ചെയ്യില്ല എന്ന് തള്ളിവിടാൻ പറ്റാവുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത്രയും റിസ്കി എലമെൻ്റ് ഉള്ളൊരു സാധനം എടുത്ത് ചെയ്യും. ഇപ്പോൾ കാതൽ എന്ന് പറയുന്ന സിനിമ മമ്മൂക്കേനെ പോലെ ഒരാളെടുത്ത് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു മാസപ്പടം ചെയ്താൽ പോരെ, കാശും കിട്ടുമായിരിക്കും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ആളുകൾ തള്ളിക്കയറും. പക്ഷെ അതുപോലത്തെ ഒരു എലമെന്റ് ഞാൻ ഇതായിട്ട് താരതമ്യം ചെയ്തല്ല കേട്ടോ. ഇപ്പൊ തന്നെ ഹൈദരാലി പറയും ടിനി ടോം മമ്മൂക്കയുമായി അല്ല, അതിനിപ്പോ ഈ അടുത്ത് എനിക്ക് ഹെഡ്ലൈൻ നിങ്ങളെയാണല്ലോ കാതലുമായിട്ട് സമയം ചെയ്ത് ടിനി ടോം എന്ന് പറയേണ്ടി വരുമല്ലോ, പറഞ്ഞ വാക്കല്ലേ, വേറെ കയ്യിൽ നിന്ന് ഞാൻ ഒന്നും ഇട്ടിട്ടില്ലല്ലോ, പറഞ്ഞത് തന്നെയല്ലേ, പറഞ്ഞത് തന്നെയല്ലേ മമ്മൂക്ക. പക്ഷെ അത് കോണ്ടസ്റ്റ് പറയുന്നു എന്നുള്ളതാണ്. അത് പിന്നീട് ആളുകൾ ഓപ്പൺ പക്ഷെ നിങ്ങളുടെ ഹെഡ്ലൈൻ അങ്ങനെയല്ലോ ആൾക്കാർ വായിക്കപ്പെടുക. എന്ത് ഹെഡ്ലൈൻ ഇടണം, അതിന് ആ കണ്ടന്റിന് ഹെഡ്ലൈൻ അല്ല, ആ കണ്ടന്റ് നമ്മൾ മത്തിനെ കുറിച്ച് പറയില്ല, കട്ടിടണല്ലോ എനിക്ക് അതിന്റെ ഒരു ഹെഡ്ലൈൻ അല്ല. മമ്മൂക്കയെ പോലത്തെ ഒരു ആക്ടർ ഈ ഒരു ഇത്രയും ഇതായിട്ട് നിൽക്കുമ്പോഴും നല്ല നല്ല ക്യാരക്ടേഴ്സിനെ കഥാപാത്രങ്ങളെ തേടി പോകുന്നു. അങ്ങനെ നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ റോൾ മോഡലാണ് മമ്മൂക്ക. അപ്പോൾ ടിനിയെ പോലുള്ള ആളും ആ ഒരു റോൾ മോഡൽ നോക്കുകയാണ്. എങ്ങനെ രക്ഷപ്പെടണം? ഞാൻ അതിനകത്ത് അവിടുത്തെ ഒരു തമ്പിട്ടോട്ടെ, വേണ്ട മമ്മൂട്ടിയെ പോലെ മമ്മൂട്ടിയെ പോലെ ആകാറില്ല. അതെങ്ങനെയാണ് എന്നെ ഉപദ്രവിച്ചിട്ട് അതെ നമ്മൾ റോൾ മോഡൽ ആയിട്ട് എടുക്കുമ്പോൾ കാതൽ എന്ന സിനിമ മമ്മൂക്ക അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ മമ്മൂക്കയുടെ ചങ്കൂറ്റവും മമ്മൂക്കയുടെ സിനിമയോടുള്ള പ്രിയവും പ്രേഷനാണ്. അല്ല, അന്വേഷണം എന്തറിയോ, എല്ലാ ആക്ടർക്കും പല ആൾക്കാർക്കും ഇല്ലാത്തത് എന്താണെന്ന് പറഞ്ഞാൽ അന്വേഷണമില്ല, പഠനമില്ല. അന്വേഷണം എന്ന് പറഞ്ഞാൽ പഠനമാണ്. ഒന്ന് ചെയ്തു, അത് കഴിഞ്ഞ് അടുത്തേക്ക് വെയിറ്റ് ചെയ്യുന്നു. മമ്മൂക്ക എന്ന് പറഞ്ഞ ആക്ടർ ഞാൻ നോക്കിക്കാണുന്നത് ഓരോ നിമിഷവും അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ കാണുകയാണ്, എല്ലാം കാണുന്നുണ്ട് അദ്ദേഹം. ഇപ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞ നടൻ വായിക്കാത്ത പുസ്തകങ്ങളില്ല.
ഫിലോസഫി, ഏത് തരത്തിലുള്ള ലോകത്തിലെ ഏത് ഫിലോസഫിയെക്കുറിച്ച് ചോദിച്ചാലും അദ്ദേഹം അഭിനയിച്ച് പോവുക മാത്രമല്ല ചെയ്യുന്നത്, തിരക്ക് പിടിച്ച ഷെഡ്യൂളിനിടയിലും ഓരോന്നും അന്വേഷിക്കുകയാണ്. അപ്പോൾ ഈ വായനയിലൂടെയും കാണുകയിലൂടെയും ആ അന്വേഷണത്തോടെ മാത്രമേ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തി ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റിന് പറ്റിയൊരു ടൈം ഇപ്പം നമ്മുടെ മലയാള സിനിമയിലുണ്ട്. അതുകൊണ്ടാണ് മമ്മൂക്കിക്ക് അത് ചെയ്യാൻ പറ്റിയത്. ഇപ്പം രഞ്ജിത്ത് പുതിയ സംവിധാന സ്വപ്നമായിട്ട് പുതിയതായിട്ട് വന്നതാണ്. ആദ്യം തന്നെ അദ്ദേഹം അങ്ങനെ ഒരു ഇച്ചിരി എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള തോട്ട്സാണ് ഈ സിനിമയോട് പറയാൻ പോകുന്നത്. കാരണം ചെറുതല്ല, മീൻസ് റിയലിസ്റ്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് നമുക്ക് തോന്നും ഈ സിനിമ, ഞാൻ ഈ സിനിമയുടെ പ്രിവ്യൂ കണ്ട ഒരാളാണ്, റിയലിസ്റ്റിക് അപ്രോച്ച് ഉണ്ട്. ചില സമയത്ത് തോന്നുമ്പോൾ ഭയങ്കര ടിനിയേട്ടൻ്റെ ക്യാരക്ടർ പോലും ഭയങ്കര സർ റിയലിസ്റ്റിക് ആയിട്ട് പെരുമാറുന്നത് കാണാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇത് നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്. ചില സമയത്ത് നോക്കുമ്പോൾ ഭയങ്കര ഫാൻറ്റസി കാണാം. ഇതെല്ലാം നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ക്യാരക്ടറിലുണ്ട്. അപ്പോൾ ഈ 3 ഘട്ടത്തിലൂടെയും ഇദ്ദേഹം സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടർ ടിനി പറഞ്ഞ വളരെ കറക്റ്റാണ്, ഒരു ആക്ടറുടെ ചാലഞ്ചിങ്ങാണ്. അവിടെ പലപ്പോഴും നമ്മൾ നടൻ കഥാപാത്രമായി മാറുമ്പോൾ എത്തിക്സ് ഒക്കെ മാറ്റി വെക്കണം. തീർച്ചയായിട്ടും അതും ഇതും രണ്ടാണ്. നിങ്ങൾ സിനിമയും അങ്ങനെ തന്നെയാണ് നോക്കിക്കാണേണ്ടത്. വ്യക്തി വേറെ, കഥാപാത്രം വേറെ. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടെന്നേ, ഭയങ്കര അത് സോഷ്യൽ മീഡിയ അത് നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ ഏതൊക്കെ സിനിമകൾ കണ്ടിരുന്നു, എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നു. ഇത് നമുക്ക് ഇന്നത്തെ കാലത്ത് എങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ നമ്മളെ വിറ്റഴിക്കപ്പെടാം എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഞാനും ഇദ്ദേഹം വലിച്ച് കുറേ എത്തിക്സ് പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ ഒരു കുട്ടി കാണില്ല. ഇപ്പം നിങ്ങൾ ഞാനിപ്പം ഇന്ന് കേരളത്തിന് ഏറ്റവും കൂടുതൽ വിദേശത്ത് പോയിട്ട് നാടകം കളിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ ആ അനുഭവങ്ങളൊന്നും ഒരാൾ പോലും കേൾക്കണമെന്നില്ല. ഞാൻ എന്തെങ്കിലും നിങ്ങൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു നെഗറ്റീവ് എടുക്കുക. കാരണം അതുകൊണ്ടാണല്ലോ നിങ്ങൾ മുഴുവൻ ചാനലുകാർ മുഴുവൻ കൊച്ചിൻ എയർപോർട്ടിൽ പോയിട്ട് എന്തിനാണ് കാവൽ കിടക്കുന്നത്? ഒരു ഷോ, ഞാൻ പേരൊന്നും പറയില്ല, ഒരു തരത്തിലും ഈ സമൂഹത്തിൽ നിങ്ങളില്ല ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഒരു ഷോ. അല്ല എന്തോ ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു, ഞാൻ ഷോ ആയിക്കോട്ടെ. ഇതല്ല ബിഗ് ബോസ് തന്നെ. അപ്പൊ നിങ്ങൾ പെട്ടി കിടക്കുകയാണ് ചാനലുകാരവിടെ, ചില ചാനലുകാർ അല്ലെ. അപ്പൊ എന്തുകൊണ്ടെന്നാൽ നിങ്ങളത് വിറ്റഴിക്കപ്പെടുന്നത് അതുകൂടിയാണ്, അല്ല മറ്റൊരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മളിനി എന്ത് എത്തിക്സ് പറഞ്ഞു കഴിഞ്ഞാലൊന്നും അതൊന്നും ഇവിടെ ആർക്കും ഇതാവില്ല. നമ്മൾ സിനിമയിലേക്ക് വരാം. നിങ്ങൾ പറഞ്ഞ അതിലേക്ക് കൊണ്ടുപോയിട്ട് എനിക്കറിയാം. ഈ സിനിമ നമ്മളെല്ലാം കാണേണ്ട ആൾക്കാരല്ലേ, നമുക്കെല്ലാം കാണണം. പിന്നെ നമ്മളെ കാണുമ്പോൾ മാത്രമേ നമുക്ക് വിമർശിക്കാൻ പറ്റുള്ളൂ. ഞാൻ മാക്സിമം ഒരുവിധ എല്ലാ സിനിമകളും കാണാൻ പോകുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ആ സിനിമയെക്കുറിച്ച് ഒരു മോശം അഭിപ്രായം പറയുമ്പോൾ ഞാൻ ആദ്യം ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, കണ്ടതാണ് പറയും, ഇഷ്ടപ്പെട്ടു അതെൻ്റെ. അതുകൊണ്ട് കാണാൻ വേണ്ടിയല്ല ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, എല്ലാം കാണണം. കണ്ടിട്ട് നമ്മൾ ഏതാണ് സ്വീകരിക്കേണ്ടത് ഏതാണ് സ്വീകരിക്കാത്തത് ഇത് തീരുമാനിക്കാനുള്ള ജനാധിപത്യം നമുക്കുണ്ട്. അത് നിങ്ങൾക്കും ഉണ്ടാവണം. ബിഗ് ബോസ് അത്ര മോശം പരിപാടി ഞാൻ ഒന്നും പറഞ്ഞില്ല, നല്ല പരിപാടി. ഞാൻ ഈ പരിപാടിനെ കുറിച്ച് പറയാനല്ല വന്നത്. നമ്മൾ കാശ് കൊടുത്ത് ഹൈദരാലിനോട് കൊണ്ടുവന്ന് ചായ ഇത് കൊടുത്തിട്ട് മത്തിനെ കുറിച്ച് പറയാം. കാശ് കൊടുത്ത് അല്ല, കാശ് കൊടുത്തെന്ന് പറഞ്ഞാല് അല്ല അത് ഞാൻ കാല് പിടിച്ച് അങ്ങനെ പറയല്ലോ. ഇല്ല കാശ് കൊടുത്തിട്ട് ചായം കൊടുത്തോണ്ട് അത് അല്ല എന്നാ ഞാൻ ഹൈദരാലി നമ്മൾ കട്ട് ചെയ്യുന്ന പരിപാടി ഇല്ലാത്തോണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിക്കോ, ഞാൻ നമ്മള് ഇന്റർവ്യൂ എടുക്കുക കട്ട് ചെയ്യാറില്ല. പക്ഷെ നമ്മൾ പേഴ്സണൽ ആയിട്ട് ടിനിയുടെ ഒരു ഇന്റർവ്യൂ, ടിനി പറയും എന്നെ ആ പറഞ്ഞ സാധനങ്ങൾ എന്തെങ്കിലും എന്റെ കാശ് മേടിച്ചിട്ടൊന്നുമില്ല, ഇങ്ങോട്ട് തന്നല്ല ചിങ്ങമ്പഴം ഇഡലിയൊക്കെ മേടിച്ചു. ഇത് ഈ പറഞ്ഞത് ആളുകൾ തെറ്റായിരിക്കും. വരുന്ന പൈസ മേടിക്കണം. അല്ല, ഇത് അങ്ങനെ പറഞ്ഞതല്ല. ഈ പ്രൊമോഷന് പൈസ മേടിക്കുന്നതിന്റെ PR അല്ല, ഞാൻ പറയുന്നതിന്റെ ഒരു താളത്തിൽ അങ്ങോട്ട് പറഞ്ഞത്. അത് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ എന്താന്ന് ആളുകൾ ചിന്തിക്കുമല്ലോ. ഇപ്പൊ നമ്മൾ കട്ട് ഇവിടെ ഇരിക്കുന്നവർ ശ്രദ്ധിക്കുമല്ലോ. അത് നമ്മുടെ ആൾക്കാർ അല്ല ഞാൻ സീരിയസ്ലി പറഞ്ഞ സാധനമാണ്. എല്ലായിടത്തും ക്യാമറയാണ് സന്തോഷം, അതുകൊണ്ട് പറയാൻ പറ്റില്ല ഇനി ഏതാണ് സത്യം തന്നെയല്ലേ. ഇവിടുത്തെ PR വിളിക്കുന്നു, ഒരു ഫംഗ്ഷൻ നമ്മളെ വിളിച്ചുകൊണ്ട് നമുക്ക് ഇത് ഓടുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്നു, അത് നമ്മൾ അംഗീകരിക്കും. കറക്റ്റാണ്. ഇത് ഓടുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്നു, അത് മാറ്റം. ഹൈദരാലി ഒരു ഓൺലൈൻ മാഷാണ്. എങ്ങനെ ഓൺലൈൻ അല്ല എന്താ നമ്മൾ ഇത് പറയാനല്ല വന്നതെന്ന് പറഞ്ഞു. അല്ല, നമ്മൾ മത്തിനെ കുറിച്ച് പറയാൻ അത് മാത്രമാണ് ഇതിന്റെ അകത്തുള്ള ഈ സ്പേസ് ഉപയോഗിക്കുക എന്നുള്ളത്. അല്ലാതെ നമുക്ക് ഒരുപാട് സ്പേസുകളുണ്ട്. അല്ല, അതിലേക്ക് മത്തിലേക്ക് വന്ന് മമ്മൂട്ടിയുടെ സിനിമയെ കുറിച്ച് വന്നപ്പോ അങ്ങോട്ട് ജമ്പ് ചെയ്ത് പോയി. ഞാൻ പറഞ്ഞു അതുപോലെ ഒരു കഥാപാത്രം അല്ല എന്ന് പറയുന്നുണ്ട് ടിനി. പക്ഷെ അങ്ങനത്തെ ഒരു സബ്ജക്റ്റുമായി
ബന്ധപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. അതെ അതെ. അതാണ് അതിന്റെ ക്ലിയർ ആയിട്ട്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു ഏജ് പ്ലേ ചെയ്യുക, എന്റെ പ്രായം പ്ലേ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ റിസ്ക് എലിമെന്റ് അല്ലേ. ഇത് നമ്മൾ വ്യത്യസ്തമായ നമ്മുടെ കൂടുതലുള്ള ഏജ് ആയിരിക്കും, ചെറിയ ഏജ് ആയിരിക്കും. അത് പ്ലേ ചെയ്യുമ്പോഴാണ് ഒരു ആക്ടറിന്റെ അല്ലെ ഒരു കഴിവ്. ഇപ്പൊ ഇദ്ദേഹം സ്ത്രീ എന്ന് പറയുന്ന ഒരു നാടകം ചെയ്യുന്നുണ്ട്, അത് അവിടെ ഇദ്ദേഹത്തിന്റെ വേറൊരു ജെൻഡറിലേക്ക് മാറുകയാണ്. അപ്പോഴാണ് ക്യാരക്ടർ. ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് 2 പുലികളുടെ ഇടയില്, എനിക്ക് ഏറ്റവും പേടിയുള്ള നാടകക്കാരാണ്. ഇദ്ദേഹം നാടകത്തിൽ ബെസ്റ്റ് ആക്ടറായിരുന്നു. ഇദ്ദേഹം ഇപ്പോഴും നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ആഗ്രഹമുള്ളത് നാടകം ചെയ്യണമെന്നാണ് കീഴാറ്റൂരിനോട് പറയണമെന്നുണ്ടായിരുന്നു. കാരണം അതിന് കുറെ ഡെഡിക്കേഷൻ ആവശ്യമാണ്. ഞാൻ എങ്ങനെ അല്ല എന്തായാലും ഇപ്പൊ അമ്മയുടെ പ്രധാനപ്പെട്ട ഒരു സാരഥിയല്ലേ, ഈ പറയാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണ്ടേ, വേണ്ട എതിർക്കാം. അപ്പൊ ഞാൻ ഇവര് അമ്മയുടെ എല്ലാ പരിപാടിക്കും മറ്റ് പരിപാടികളാണ് പ്രൊമോട്ട് ചെയ്യല്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, പുതിയ ഭരണം വരാൻ പോവുകയാണ്, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മ സംഘടന ഒരു നാടകം ചെയ്യാം. അല്ല ഞാനിപ്പോ അത് വേണമെങ്കിൽ ഇത് കൊടുത്തോ, ഉറപ്പായിട്ടും അത് വേണമെങ്കിൽ മറ്റേ ഇത് കൊടുത്തോ, അമ്മ നാടകം ചെയ്യുന്നു. അല്ല അതിന് സപ്പോർട്ടുള്ള ആൾക്കാരാണ്. ഞാൻ കീഴാറ്റൂരിനെ ചോദിച്ചു നോക്ക്, സ്കിറ്റിൽ വരെ നമ്മൾ വിളിച്ചത്. സത്യം, വളരെ സത്യം. എന്താ നാടകം കളിക്കുന്നതാണെങ്കിൽ നമ്മൾ എൻ്റെ അമ്മയുടെ പരിപാടിക്ക് ഒരു സ്കിറ്റ്, ഞാൻ ഒറ്റ സ്കിറ്റ് ചെയ്തിട്ടുള്ളൂ, വിളിച്ചിട്ടേക്കാണ്. അപ്പൊ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ആശാന്മാരെ ഗുരുക്കന്മാരെ പോലെ കാണുന്നത്. എനിക്ക് പേടിയുള്ള നാടകക്കാരാണ്. കാരണം ഇവരുടെ സ്റ്റേജ് ബാലൻസും 2 മണിക്കൂർ 1.5 മണിക്കൂർ ഒന്ന് ഈ ഡയലോഗ് പറയാൻ പറ്റുന്നതും ഒക്കെ എനിക്ക് എൻ്റെ ആഗ്രഹമാണ് ഒരെണ്ണം ചെയ്യണമെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അമ്മയിൽ ഇങ്ങനെ പറഞ്ഞ കോട്ടയം രമേശ് എന്ന് പറഞ്ഞൊരു നടനും പറഞ്ഞു നാടകം ചെയ്യണം, സ്ഥിരം നാടകവേദി ഉണ്ടാക്കണം, നടന്മാർ മാറി മാറി വരട്ടെ, ആവശ്യമുള്ളവർക്ക് വരാം. ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് 1 വർഷം വേണമെങ്കിൽ സ്ഥിരം നാടകവേദി എന്ന് പറഞ്ഞിട്ട് അത് പ്രസന്റ് ചെയ്തിട്ടുള്ളതാണ് അമ്മയിൽ. ഇപ്പോൾ പുതിയ ഭരണസമിതി വരുമ്പോൾ ചിലപ്പോൾ അത് സ്വീകരിക്കുമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റെന്ന് പറയുന്നതിൽ ഈ നാടകക്കാരുടെ ഇടയിൽ നിന്നിട്ടാണ്, ഈ പുലികളുടെ ഇടയിൽ നിന്നിട്ടാണ് ഞാൻ അഭിനയിക്കേണ്ടത്. അപ്പോൾ ഇവർ ഒരുപാട് സ്റ്റേജ് ബാലൻസ് ഉള്ള ആൾക്കാരാണ്, എങ്ങനെ കണ്ണിൽ നോക്കണമെന്നുള്ള അറിയാം, അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും അഭിനയിക്കുന്ന ആൾക്കാരും, ഇപ്പോൾ ഇതിൽ അഭിനയിച്ച നായിക പോലും എൻ്റെ അടുത്ത് സെൻസർ ബോഡിയിൽ നിന്ന് അതിൽ സെൻസറിന് ഇരുന്ന ചില നടന്മാരെന്നെ വിളിച്ചിട്ട് ചോദിച്ചത് ഈ കുട്ടി ഏതാണെന്ന് ചോദിച്ചത്. അപ്പോൾ അവരെ വരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് എടുക്കാൻ പറ്റും, ഇവർക്ക് ട്രെയിനേഴ്സും കൂടിയാണല്ലോ. അതുപോലെ തന്നെ സഞ്ജയ് എന്ന് പറയുന്ന ഹരിഗോവിന്ദ് അറിയപ്പെടുന്നത്, അദ്ദേഹം മമ്മൂക്കയുടെ ഒപ്പം, ഇനിയിപ്പോൾ എല്ലാം മമ്മൂക്കയുടെ കണക്ഷൻ വരുന്നത്. എന്ത് പറഞ്ഞാൽ അഭിനയത്തിൽ നമ്മൾ മമ്മൂക്കില്ലാണ്ട് ഒരു ദിവസം ദാസേട്ടന്റെ പാട്ടിനെ കുറിച്ചും അല്ലെങ്കിൽ മമ്മൂക്കയെ കുറിച്ച് പറയാത്ത ദിവസങ്ങളില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് പല്ലാവൂർ ദേവനാരായണൻ അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ രണ്ടാമത് ടിനി ടോമിനി മമ്മൂക്കയുടെ വില്ലനെ തന്നെ ഇവര് ഭയങ്കര ഓഡീഷൻ നടത്തിയിട്ടാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നത്. അപ്പോൾ ആ വേഷം ചെയ്യേണ്ടത് ശരിക്കും ഞാനായിരുന്നു. അദ്ദേഹമാണ് എൻ്റെ ഈ ക്യാരക്ടർ. അത് കോമ്പറ്റീറ്റീവായിട്ട് തന്നെ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടി ഇത് ചെറിയൊരു സിനിമയായിട്ട് ഇപ്പോൾ ഹൈദരാലിക്ക് കാണുമ്പോൾ ഒരു ചെറിയ സിനിമയായിട്ട് കാണും, പക്ഷെ എൻ്റെ ക്രെഡിറ്റ്സ് നോക്കിയാൽ അറിയാം എല്ലാം. ചെറുതും വലിപ്പമൊന്നുമില്ല, സിനിമ നല്ലതാണ് വിജയിക്കുന്നുണ്ട്, അതിൽ ആർട്ടിസ്റ്റ് പോലും വേണ്ട. അല്ല ഹൈദരെല്ലാ പ്ലാറ്റ്ഫോമിലും പോകുന്ന ഒരാളാണ്, അപ്പോൾ അറിയാം. അപ്പോൾ ഈ അഞ്ചക്കള്ള കോകാനിലെ മണികണ്ഠൻ അയ്യപ്പൻ RR ചെയ്തിരിക്കുന്നു, ലിജു പ്രഭാകർ കളർ ചെയ്യും. അപ്പോൾ ടെക്നിക്കലി ക്രെഡിറ്റ്സ് ഒക്കെ ആയിക്കോട്ടെ. പിന്നെ പുലിമുരുകന്റെ അപ്പനല്ലേ ഇതിൻ്റെ അത് എന്നെ വഴിതെറ്റിക്കുന്ന ഒരാളാണ് ഇതിൻ്റെ അത്. എന്നെ ഇതുപോലെ ഇതിൻ്റെ അകത്തൊരു പിഴച്ചവനാണ് ഞാൻ, സത്യം പറയാം. അങ്ങനെ ആക്കി തീർക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ കൺവിൻസ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലൊരാള് വേണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എന്നെ വഴിതെറ്റിക്കണം, അല്ലെങ്കിൽ ഞാൻ വഴിതെറ്റി പോകുന്ന ആളല്ല. അതിനകത്ത് ഒരു കാര്യം ടിനി, കിട്ടുന്ന കഥാപാത്രങ്ങൾ എത്ര ഭംഗിയാക്കാൻ നോക്കുന്നതുകൊണ്ടാണ് പ്രേക്ഷകർ ഇപ്പോഴും നിങ്ങൾ സ്വീകരിക്കുന്നത്. നേരത്തെ ടിനി പറഞ്ഞല്ലോ, ടിനിയുടെ പടം എന്ന് പറഞ്ഞ രാവിലെ ആരും സിനിമ കാണാൻ പോകില്ല, പക്ഷെ ടിനി അഭിനയിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ, ടിനിക്ക് സിനിമ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, വേഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഡയറക്റ്റും വിളിക്കാൻ പ്രൊഡ്യൂസും നിങ്ങളെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ട്? ഞാൻ അങ്ങനെ അല്ലേ സന്തോഷം അങ്ങനെയല്ല വരുന്നത്. അല്ല ഞാൻ സിനിമ കണ്ടു, ടിനിയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഒന്നായിരിക്കും സിനിമ. കാരണം നല്ല റിസ്ക്കാണ്. അങ്ങനെയുണ്ട് നമ്മുടെ അഭിനയം എന്ന് പറയുമ്പോൾ നമ്മളൊരു മനസ്സിനെ അടക്കം പാകപ്പെടുത്തിയിടണം, ശരീരത്തെ പാകപ്പെടുത്തണം. ചില സമയത്ത് ചില ആൾക്ക് ശരീരത്തിനാക്കി എടുക്കാൻ പറ്റും, നമുക്ക് ചില എക്സസൈസ് ചെയ്ത് ബോഡി അങ്ങനെ ഉണ്ടല്ലോ, ചില മേക്ക് ഓവറൊക്കെ ചെയ്യാം. പക്ഷേ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന വരില്ല. ഇത് രണ്ടും തമ്മിലുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ആക്ടിംഗ് എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു ഫൈറ്റ് നടക്കലുണ്ട്, ഇൻറ്റേർണലും എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു മനസ്സും ശരീരവും തമ്മിൽ ചില സമയത്ത് രണ്ടും ഒരുമിക്കൂല. അപ്പോഴാണ് നമ്മൾ ആ ക്യാരക്ടർ അയാൾ കറക്റ്റ് അല്ല എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഇതൊരു ഘട്ടത്തമ്പം നമുക്കെന്നെ തോന്നും ഇയാൾ അതിലെത്തിയല്ലോ എന്ന്. കാരണം അതുകൊണ്ട് ആ കഥ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കഥയാണ് ഈ അദ്ദേഹം ചെയ്യുന്നത്. അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞ ഒരു നടനെ സംബന്ധിച്ച് പെട്ടെന്നാവില്ല. മറ്റല്ലാതെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഏജ് ഇദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത ക്യാരക്ടർ ഇയാൾക്ക് സിമ്പിളാണ്, ആക്ഷന്മാർ അവിടെ നിന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇതിൽ ആ മാനസികാവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇയാൾ ഭീകരമായിട്ട്, എനിക്ക് ഉറപ്പാണ്, ഭയങ്കരമായ സംഘർഷങ്ങളിലൂടെ ഇയാൾ കടന്നു പോകും. അങ്ങനെ കടന്നുപോയാൽ മാത്രമേ അത് പ്രതിഫലിക്കുള്ളൂ മുഖത്തിലായും ശരീരത്തിലും. അത് ഡയറക്ടർ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം. അത് 100%
അതിലപ്പുറം ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു മഹാഭാഗ്യം, അതിമനോഹരമായിട്ടൊരു പാട്ട് പാടി ഈ സിനിമയിൽ. ഓ 75 ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടു കഴിഞ്ഞു. അതെ അതെ അതെ. സിത്താര പാടിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അല്ല, അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആദ്യത്തെ പാട്ട് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞാല് ഇവര് പെട്ടെന്ന് പറയേ ഞാൻ അമ്മയിലുണ്ടെന്ന് വിചാരിച്ചിട്ട് മമ്മൂട്ടി മോഹൻലാലൊക്കെ നമ്മുടെ മഞ്ജുവാരായ നന്നായിരിക്കുന്നത്. പക്ഷെ നമ്മൾക്കുള്ള ഒരു ഇത്ര നാളത്തെ ഒരു ഗുഡ് വില്ലാണ്. മഞ്ജുവിനെ വിളിക്കുകയും അപ്പൊ തന്നെ എടുക്കുകയും ഈ ഒരു ആവശ്യം പറയുകയും ഇപ്പോഴും മഞ്ജുവിന്റെ ഫേസ്ബുക്ക് പേജിൽ ഫസ്റ്റ് കിടക്കുന്നത് ഈ സിത്താര പാടിയതാണ്. രണ്ടാമതാണ് എന്നെ കൊണ്ട് പഠിച്ചേക്കുന്നത്. സിത്തു എന്ന് പറഞ്ഞ സ്റ്റേറ്റ് അവാർഡും ഞാൻ നമ്മുടെ കമ്പനിപ്പടി ക്ലബിന്റെ അവാർഡും. രണ്ട് പാട്ടും നമ്മളെ ചെറിയ ചെറിയ വരികൾ അതൊക്കെ തമാശ പോലെയൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ഒരു ഫുൾ സോങ് സ്ക്രീനിൽ ഷൂട്ട് ചെയ്യണല്ലേ. അല്ല, അതിനു മുമ്പേ നിങ്ങളുടെ ഒരു പിന്നെ മനോരമയുടെ സ്റ്റേജിൽ ഇത് പാടിയിട്ടുണ്ട്, ഫ്ലവേഴ്സിന്റെ സ്റ്റേജിൽ. അത് വൈറലായിരുന്നു. ബാൻഡ് ടീമും എല്ലാ പരിപാടിക്കും ചെയ്യുന്ന ഒരാളാണ്. അല്ല, ഞാൻ സിനിമയിൽ പാടുന്നത് പിന്നണി. അപ്പൊ അത് ഇദ്ദേഹത്തിന്റെ സർവ്വവിജ്ഞാന കോശമാണ് സത്യം പറഞ്ഞത്. നമ്മുടെ മുമ്പിൽ കുറച്ച് ലാളിത്യം പറയൂ. അല്ല, ആഗ്രഹം കൊണ്ട് നിൽക്കുന്നതാണ് ഇവരുടെ ഇടയിലൊക്കെ. അപ്പം ഞാനിത് ഈ പാട്ട് അപ്പോൾ ഇവർ സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യുന്നതിനേക്കാൾ സംഗീതവുമായിട്ട് ബന്ധമുള്ള ഒരാൾ. അപ്പോൾ അത് നമുക്ക് തോന്നുന്നു വിനീത് ശ്രീനിവാസായിരിക്കും. ഒരു രീതിയിൽ അഭിനയം, പാട്ട്, സംവിധാനം. അപ്പം അദ്ദേഹം ചെയ്യാം. ഞാൻ ഒരു വിനീതിന്റെ ധ്യാൻ പറയാം, എൻ്റെ പടം പോലും പ്രൊമോട്ട് ചെയ്യില്ല പുള്ളി. ധ്യാൻ്റെ ഒപ്പം വിനിയാന്ന് ഉണ്ടായിരുന്നു, നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞപ്പോൾ പുള്ളീനെ അത്ഭുതത്തോടെ നോക്കി, ചേട്ടനാന്ന് ചോദിച്ചു. അപ്പോൾ വിനീതിൻ്റെ അടുത്ത് പറഞ്ഞ് കേട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ, അല്ലെങ്കിൽ പുള്ളിയുടെ വില പോകില്ല. ഒരു പാട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പുള്ളിയുടെ ജഡ്ജ്മെൻറ്റ് പോകില്ലേ. അപ്പോൾ അതിൽ കിടക്കുന്നത് മുഴുവൻ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ഫുൾ പ്രൊമോഷനാണ്. അപ്പു പാടിയിരിക്കുന്നതാണ്. അത് ലാലേട്ടൻ്റെ മകൻ പാടുന്ന സീനൊക്കെയാണ്. അപ്പോൾ അതിൻ്റെയും ഫസ്റ്റ് കിടക്കുന്നത് ഈ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും കൊടുക്കുന്നത് ഇദ്ദേഹത്തിന് തന്നെയാണ്. അതിൻ്റെ സംഗീത സംവിധായകൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ്. അദ്ദേഹം ജീവനോടില്ല. അപ്പോൾ അത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മകളോടുള്ള സ്നേഹം അഭിനയിക്കുന്ന ആൾ തന്നെ പാടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മറ്റേ ഇനിയിപ്പോൾ പുതിയ കേന്ദ്ര ഗവൺമെൻറ് വന്നിരിക്കുകയാണ്, ധീരതക്കുള്ള ഒരു അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരാൾ. അല്ലല്ലല്ല, ഞാൻ ടിനിച്ചേട്ടൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞു സത്യത്തിൽ. കാരണം വെച്ചാൽ ഞാൻ പോയി കഥ പറയാൻ പോകുന്നത് ഞാൻ പേടിച്ചാണ് പോകുന്നത്. കാരണം അദ്ദേഹത്തിന് എനിക്ക് അറിയില്ല. നമ്മളൊരു പുതിയ ആൾ. പിന്നെ നാടകം എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾക്ക്, നമ്മൾ നാടകത്തിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ പൊതുവെ ആളുകൾക്കുള്ള ഒരു ചെറിയൊരു അങ്ങനെയല്ല, മീൻസ് നമ്മുടെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ സന്തോഷമായിട്ട് പറയുന്നത്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം നമ്മൾ പറയുന്ന കേൾക്കോ എന്നുള്ളത് തന്നെ എനിക്കൊരു പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട്, അതായത് നമ്മുടെ കൺട്രോൾ റോഡ് അസോസിയേറ്റിനോടൊക്കെ പറയുന്ന സമയത്ത് അത് വേണമെന്ന് ചോദിച്ചു, ടിനിച്ചേട്ടനെ കൊണ്ട് പാടിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അത് ക്യാരക്ടർ ആര് ചെയ്യുന്നു അവർ പാടിക്കഴിഞ്ഞാൽ അത് ഗുണം കിട്ടുന്നുള്ളത് പറഞ്ഞു. അപ്പം നേരത്തെ ഇത് നമ്മൾ നാട്ടിൽ നമ്മൾക്കൊരു പാടിയിൽ നാട്ടരങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സംഘടനയുണ്ട്. നമ്മളവിടെ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ അന്ന് നാടകം കളിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ OV വിജയൻ്റെ വേൾഡ് ഫേമസ് ആയ കഥയാണ് കടൽ തീരത്ത്. ചേട്ടനറിയായിരിക്കും. അപ്പോൾ ഈ കടൽ തീരത്ത് നമ്മൾ നാടകം ചെയ്ത സമയത്ത് അതിനുവേണ്ടി സക്കറിയ ബക്കൾ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറുണ്ട്. അദ്ദേഹം നമ്മുടെ ദില്ലാണ്, സോളാണ്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളോടും ഭയങ്കര താല്പര്യമാണ്. പുള്ളിക്കാരൻ നമുക്കെന്നല്ല, ആ ചുറ്റുപാടിലൊക്കെ നാടകത്തിന് വേണ്ടി ചെയ്തുണ്ടാക്കിയ സംഗീതം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്. ഒരുപാട്. പക്ഷേ വളരെ ദുഃഖകരമായ സംഭവം, അദ്ദേഹം മരിച്ചുപോയി. സപ്പോസ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ എന്ത് റിസ്ക് എടുത്തിട്ടും പുള്ളിനെ കൊണ്ട് മാത്രമേ ഈ മ്യൂസിക് ചെയ്യൂലായിരുന്നു. അപ്പോൾ കടൽ തീരത്തിന് നമ്മൾ ചെയ്തു വെച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടൈറ്റിൽ മ്യൂസിക്കിൻ്റെ ഒരു 2 ലൈൻസ്, 2 or 4 ലൈൻസ്, ആ ലൈൻസ് അന്ന് ചെയ്തു വെച്ച സാധനം ഞാൻ അതേപോലെ തന്നെ അതിൽ പിന്നെ ലിറിക്സ് ആഡ് ചെയ്യായിരുന്നു സംഭവം. പിന്നെ ഗോപു കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമറുണ്ട്, അതിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അതേപോലെ തന്നെ പറഞ്ഞാൽ മറ്റേ നമ്മുടെ സിത്താര മേഡം പാടിയ ആ പാട്ടിൻ്റെ മ്യൂസിക് ഡയറക്ടർ റേഷ് മേർലി എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരനാണ്. അദ്ദേഹം ബാക്കി കാര്യങ്ങളൊക്കെ ഇതിന് കോർഡിനേറ്റ് ചെയ്ത് വന്നപ്പോൾ ടിനിച്ചേട്ടനെ ഞാൻ ഒരു ദിവസം ഇതിൻ്റെ പിച്ചൊക്കെ കറക്റ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ ചോദിച്ചു, ഇത്ര എന്നൊക്കെ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ സംഭവം ഇട്ട് കൊടുത്തു. ചേട്ടൻ അത് കൃത്യമായി ഞാൻ അത് ഭയങ്കര അയപ്പിച്ചാണ്. ഞാൻ വീട്ടിൽ പാടിയപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫ് കൊച്ചിനെ പോലെ കൊണ്ടു കിടക്കുന്ന ഒരു പൂച്ചയുണ്ട്. ഈ പൂച്ച ഒരു ഒറ്റ ഓട്ടം മുകളിലേക്ക് ഓടിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അയപ്പിച്ചാണ് എന്തേ പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ഈ പൂച്ച എന്നെ കാണുമ്പോൾ അടുക്കൂലായിരുന്നു 2 ദിവസത്തേക്ക്. എന്തോ പറ്റിപ്പോയി എന്നുള്ളത്. അതല്ല, ആ സോളുണ്ട്. ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആ പാട്ടും അല്ലാതെ ചിലത് സിനിമയും പാട്ടുമായിട്ട് ഇച്ചിരി ബന്ധം ഉണ്ടാവില്ല. ഇതല്ല. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് കറക്റ്റാണ്. അതേപോലെ തന്നെ അതിൽ വേറെ സംഭവിച്ച ഒരു മിറാക്കിൾ സംഭവിച്ചെന്ന് വെച്ചാൽ നല്ല ഭംഗിയിൽ നമ്മുടെ സിനിമാറ്റോഗ്രാഫർ സിബി ജോസഫ് അത് ഭംഗിയിൽ അതിൻ്റെ ഷോർട്സ് ഒക്കെ വെച്ചു. അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പക്ക സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ
അജി മുത്തത്തി നമ്മുടെ ഡിസൈനർ, അതേപോലെ തന്നെ പറഞ്ഞാൽ അസോസിയേറ്റ് നമ്മുടെ മനോജേട്ടൻ എന്ന് പറഞ്ഞാൽ ലോയി സാറിന്റെ കൂടെയൊക്കെ കുറെ പടങ്ങളിലൊക്കെ ചെയ്ത ആളായിരുന്നു. നമ്മളായിട്ട് ഒരു വ്യക്തിബന്ധം ഭയങ്കര. ഞാൻ ലോയി ഇപ്പൊ KSFDCക്ക് വേണ്ടിയിട്ട് ഒരു പടം ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പം അദ്ദേഹം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തപ്പോൾ ഈ പാട്ട് വേറെ ലെവലിലേക്ക് ഇപ്പം നല്ല ഒരു ആദ്യത്തെ പടം. അതെ തീർച്ചയായിട്ടും ഇൻട്രോഡ്യൂസ് ചെയ്ത പുള്ളിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചേർന്ന് വന്നപ്പോൾ ചേട്ടന്റെ പാട്ടും ഗംഭീരമായി, സിത്താര മേഡം പാടിയ ആ പാട്ടും നല്ല ഭംഗിയിലൊക്കെ, അത് നമ്മുടെ പരിമിതികൾ വെച്ചിട്ട് അല്ല ഇപ്പൊ ഈ പറഞ്ഞു ആ പാട്ട് സിനിമയ്ക്ക് വേണ്ടിയുള്ള പാട്ടാണ്. അത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ അത് എത്രമാത്രം ഒരു അച്ഛനാണെന്ന് തോന്നുന്നു സെറ്റപ്പ് ഉണ്ട്. അച്ഛൻ മോൾ ബന്ധം ആ സിനിമയിൽ പറയുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഇമോഷൻ മുഴുവൻ അതിൽ കൊടുക്കാൻ പറ്റും. അല്ല ഇത് നമ്മൾ പറഞ്ഞപ്പോൾ ഇത് ഏറ്റെടുത്താറുണ്ട്. വിനീത് ശ്രീനിവാസനൊന്നും കിട്ടില്ല. സിനിമയിലുള്ള ആൾക്കാർക്ക് പോലും നമ്മുടെ അമ്മയുടെ ആവശ്യത്തിന് പോലും വിളിച്ചാൽ കിട്ടാത്ത ഒരാളാണ്. അവർ അതിനും പ്രത്യേകം നന്ദി പറയണം. കാരണം അവർ ആദ്യം വിളിക്കുന്നവർ വേറൊരു പ്ലാൻ ബി ഇല്ല, പ്ലാൻ എ മാത്രമേ തന്നെ നടക്കുന്നു. അത് വിളിക്കുമ്പോൾ ഹൈദരാലിക്ക് അറിയാൻ പറ്റും. നമ്മളെ അമ്മയിൽ തന്നെ ഹൈദരാലി ഒരു ദിവസം വന്നിട്ട് പറഞ്ഞേ, ഞങ്ങൾ ക്രൗൺ ക്ലാസ്സിൽ കിടക്കാണ്, അവിടെ അമ്മയുടെ മീറ്റിംഗ് ആയിരുന്നു, ലാലേട്ടനൊന്ന് വിളിക്കണം. എന്തിനാ? ഒരു കൊടി വീശാനുണ്ട്. എന്താണ്? ഫിലിം അവാർഡ്സ്. ഞാൻ പറഞ്ഞു ആര് നടത്തുന്നത്? ഞാൻ നടത്തണ ഫിലിം അവാർഡ്. എൻ്റെ അടുത്ത് പറഞ്ഞേക്കണേ ലാലേട്ടൻ. സത്യമല്ലത് വിളിച്ചിട്ടുണ്ട്. ഞാൻ ലാലേൻ്റെ അടുത്ത് എന്ന് പറയണേ, ലാലേട്ടാ ഒരു ഫിലിം അവാർഡ് ഉണ്ട്, കൊടി വീശി കൊടുക്കണമെന്ന് പറയും. എന്താ മോനെ ഹൈദരാലി എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. ശരിയാണോ? ഞാൻ പറഞ്ഞു ആ ശരിയാണ്. ഈ ഒരു ഒറ്റ എൻ്റെ വിശ്വാസത്തിലാണ് പുള്ളി വരികയാണ്. പാവം വന്നു കഴിഞ്ഞിട്ട് ഹൈദരാലിക്ക് ഓൾ കേരള ഇതിലുള്ള ഒരു ടെമ്പോ ട്രാവൽ ഞാൻ പറഞ്ഞു ഇതാണ് മോനെ ഫിലിം അവാർഡ്. ഞാൻ പറഞ്ഞു ഇത് ഓൾ കേരള ഒരു സ്ഥലത്തല്ല, ഓൾ കേരള തലത്തിലാണ് നടത്തുന്നത്. പുള്ളി അത് വീശി കൊടുത്തു. അത് നമ്മൾ പറയുന്ന ഒരു വിശ്വാസമാണല്ലോ. അപ്പൊ അതുപോലെ ഇതും ഈ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ്. അല്ല, ഇൻഡസ്ട്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സത്യം പറഞ്ഞ ഒരു കൊടുക്കൽ വാങ്ങൽ സ്നേഹം. അപ്പം എന്നെക്കാളും ഇൻഡസ്ട്രിയിലെ സീനിയറാണ് ടീനിയൊക്കെ. ഇപ്പം ലാലേട്ടനായാലും നമ്മളെക്കാൾ ബന്ധമുള്ള ആളായിരിക്കണം. പക്ഷെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും നമുക്കൊക്കെ അവർ ഇപ്പം ഞാനൊക്കെ ഇതിനു മുമ്പ് അഭിനയിച്ച സിനിമയുടെ എല്ലാ ട്രെയിലറൊക്കെ ഇവരെ രണ്ടാളുടെയും മഞ്ജു വാര്യർ 3 ആളുടെ FBയിലൂടെയാണ് റിലീസ് ചെയ്തത്. നമ്മൾ വിചാരിക്കും, പക്ഷെ അതിന്റെ അർത്ഥം ആ സ്നേഹമാണ്, അതൊരു ബന്ധുവാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അവതരിപ്പിക്കുന്ന നാടകം ഭയങ്കര രസമുണ്ട്. അതിൽ ഞാൻ ഒടിയൻ സിനിമയിൽ അഭിനയിച്ചിട്ട് ഞാൻ ഡബ് ചെയ്യാൻ കയറി. ഡബ് ചെയ്ത് കഴിയുമ്പോൾ പറഞ്ഞാൽ ലാൽ സാർ വരുന്നുണ്ട്. അപ്പോൾ ലാൽ സാറിൻ്റെ ഡബ്ബിങ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര രസമാണ്. അപ്പോൾ ഞാൻ കാണാൻ വേണ്ടി ഞാൻ ബൂത്തിലിരുന്നു. അപ്പോൾ സാറിന്ന് 2 മണിക്കൂറേ ചെയ്യുന്നുള്ളൂ. പിന്നെ സാറിന് ഏതൊരു ഫംഗ്ഷന് പോകണം. ഞാൻ സാറിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരാഗ്രഹം, ഒരു ആഗ്രഹിക്കാമല്ലോ നമുക്ക്. നമ്മൾ ഇതിൻ്റെ ഒരു ടൈറ്റിൽ ആദ്യത്തെ ഒരു നരേഷൻ ഒന്ന് ലാൽ സാറിൻ്റെ ശബ്ദം ഉണ്ടെങ്കിൽ ഗംഭീരായിരുന്നു നാടകത്തിൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, പെട്ടെന്ന് തോന്നാറില്ല. ഞാൻ ഫോട്ടോ പോലും എടുക്കാതെ മാറി നിൽക്കുന്ന ഒരാളാണ്. കാരണം ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. പക്ഷേ നമ്മൾ ദൈവം തോന്നിക്കാന്ന് പറഞ്ഞില്ലേ, സാർ ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ അപ്പോൾ മോനെ എന്തുണ്ട് മോനെ സുഖലേ മോനെ, സാറേ എനിക്കൊരു ഉപകാരം ചെയ്യും. എന്താണ് മോനെ? എനിക്കൊരു നരേഷൻ ഒന്ന് റെക്കോർഡ് ചെയ്തു. അയ്യോ മോനെ സമയമായല്ലോ, എനിക്ക് പോകണ്ടേ. എന്നാ പെട്ടെന്നതാ ഇത് പറയുമ്പോഴേക്കുന്ന സംഭവം അറിയോ, ഞാനിത് എഴുതിയിട്ട് പോലുമില്ല. ഇതിൻ്റെ കോ റൈറ്ററായ സുരേഷ് ആട്ടെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഇത്രയും വലിയൊരു മനുഷ്യനെ അവിടെ ഇരുത്തിച്ചിട്ട് എനിക്ക് എഴുതാൻ പറ്റുമോ? 5 മിനിറ്റ് കൊണ്ട് ഞാൻ എഴുതി കൊടുത്ത് മോൻ പോയിട്ട് അവിടെ കൺസോൾ ഇരുന്നോളൂ. പിന്നെ സാറിന് ഞാൻ സാറാണ്, സാർ അത് ഓക്കെയാണോ സാർ? അപ്പോൾ ഇപ്പോൾ ആ നാടകം കുറേ പേര് കണ്ടവരുണ്ട്. അപ്പം ഇത് ആദ്യം കാണുന്ന സമയത്ത് ഈ ശബ്ദമില്ലല്ലോ. പ്ലേ തുടങ്ങുന്നത് ലാൽ സാറിൻ്റെ നമസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഓഡിയൻസ് അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ അത്രയും തിരക്ക് പിടിച്ചൊരു എവിടെയോ പോവുകയാണ്. പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ട് 1 മണിക്കൂറിലധികം എനിക്ക് വേണ്ടി ബൂത്തിലിരുന്ന് ശബ്ദം തന്നു. ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഏറ്റതെന്ന് മമ്മൂട്ടി സാറായിരുന്നു. വൈക്കത്ത് ഷൂട്ട് നടക്കുന്നുണ്ട് കമൽ സാറിൻ്റെ. എന്നെ വൈകുന്നേരം വിളിച്ചാലും എത്താൻ കുറച്ച് ലേറ്റ് ആയിപ്പോൾ കുഴപ്പമില്ല. പക്ഷെ ആ മനസ്സ് ബ്രോഷർ പ്രകാശനം ചെയ്തത്. അപ്പോൾ ഇവരൊക്കെ ഇത്രയും സീനിയോറിറ്റി ഉണ്ടാകുമ്പോഴും ഈ സഹപ്രവർത്തകരോട്, അത് ചെറിയോനായിക്കോട്ടെ വലിയവനായിക്കോട്ടെ, ഈ കൊടുക്കുന്ന സ്നേഹം ഇതൊന്നും പുറത്തറിയില്ല. ഈ കാര്യം ഞാൻ പറയുമ്പോഴായിരിക്കും കുറച്ച് പേരും അറിയുക. കാരണം ലാൽ സാറിന് ഇപ്പം എനിക്കത് അതാണ് പറയാം. അപ്പോൾ ഇതാണ് കലാകാരന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലില്ലേ, ഇതാണ് സംഭവം. അങ്ങനെയുള്ളവർ തന്നെയാണ് കലാകാരന്മാരാവുന്നത്. തീർച്ചയായിട്ടും. ഈ ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു തമാശയാണ് ഓർത്താണ്. അതിപ്പോൾ ഷെയർ ചെയ്യാൻ വേറെ സ്ഥലത്തൊന്നും പറയാനും പറ്റില്ല. ഇന്ത്യൻ റുപ്പിയുടെ പ്രാഞ്ചേട്ടൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഡബിങ് ഇറങ്ങുമ്പോൾ ചാലിപ്പാല അതിലൊരു പോലീസ് ഓഫീസറിന്റെ വേഷം ചെയ്യുന്നുണ്ട്. അതിൽ ബിജു മേനൻ അഭിനയിച്ചിട്ടുണ്ട്.
അപ്പം മകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗണപതിയാണ്, ഇപ്പോഴത്തെ ഗണപതിയാണ് മകനായിട്ട്. അപ്പം അവളുടെ അതായത് അച്ഛന് ബ്ലഡ് ക്യാൻസർ ആണെന്നുള്ളത് പറയുന്നത് ആ സ്റ്റേഷനിൽ ഇരുന്നിട്ട്. അപ്പം അച്ഛന് ബ്ലഡ് ക്യാൻസർ ആയിട്ടുള്ളതാണ് അച്ഛന്, അവൻ മകൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതാണ് പറയേണ്ടത്. അപ്പോൾ രഞ്ജിയേട്ടനെ അവിടെ നിന്നിട്ട് രഞ്ജിത്ത് സാറ് പറഞ്ഞ് ചാലി കുറച്ചുകൂടി ഹസ്കി ആയിട്ട് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പിന്നെ സൗണ്ട് വിട്ടാ ബ്ലഡ് ക്യാൻസർ ആണ് അതുകൊണ്ടാണ്, കുറച്ച് ഹസ്കി ആയിട്ട് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഒന്ന് പോയി പറയാന്ന് പറഞ്ഞു. അപ്പൊ കുറെ നേരമായിട്ട് ഹസ്കി പുള്ളി പിന്നെ എൻ്റെ അടുത്ത് മോനെ ഈ ഹസ്കി എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലായിരുന്നു. പുള്ളി സൗണ്ട് കൂട്ടിക്കൊണ്ട് തന്നെയായിരുന്നു. രഞ്ജേട്ടൻ പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയോ. അപ്പൊ ഹസ്കിയാക്കി പറയും സൗണ്ടിൽ പറഞ്ഞപ്പോ ഭയങ്കര പുള്ളി അത് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. മകനോ അച്ഛന് ബ്ലഡ് ക്യാൻസർ ആണ്, അപ്പൊ കളിയാക്കണെന്ന് വിചാരിക്കണാണ് രഞ്ജിത്ത് സാർ വിചാരിക്കും നമ്മളെ കളിയാക്കാണ് പുള്ളി. ചാലി കുറച്ച് ഹസ്കിയാക്കൂ, അച്ഛന് ബ്ലഡ് ക്യാൻസർ ആണ്. ഏറ്റവും ലാസ്റ്റ് വിളിയേക്കരുത് മോനെ എന്താണ് ഈ ഹസ്കി നീ ശരിക്കും നടന്നോ വെറുതെ. അല്ല ഈ നേരത്തെ പറഞ്ഞ രഞ്ജേട്ടൻ പറയുമ്പോ തന്നെ നമുക്ക് ഭയമാണ്. സൗണ്ടിലും കയറി വരില്ല നമ്മളവിടെ ഹെഡ്സെറ്റ് വെച്ചോക്കല്ലേ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ മൈക്കും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട. ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞുള്ളൂ, അല്ല അപ്പോഴല്ലേ ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. അതെ അതെ അതെ, എനിക്ക് ഓർത്തെടുക്കാൻ ഒത്തിരി കഥകൾ എല്ലായിടത്തും എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ടിനിയാന്ന് പറഞ്ഞു അത് ഈ ഹൈദരാലിനെ കുറിച്ചുള്ള ഒരു കഥയുണ്ട് ഇപ്പൊ എടുത്തുണ്ടായിരുന്നത്. പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പരിപാടിക്ക് നമ്മൾ ഖത്തറിൽ പോയി. ഖത്തർ അതിന്റെ ഫുൾ ഷൂട്ട് ചെയ്യാൻ അല്ല ഫുള്ള് ഷൂട്ട് ചെയ്യാൻ ഏറ്റിരിക്കുന്നത് പുള്ളിയാണ്, കംപ്ലീറ്റ് സംഭവങ്ങൾ. അപ്പൊ ഞാൻ എല്ലാം കണ്ടിരുന്നു അദ്ദേഹം. നിങ്ങൾ അതാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു, ഇറങ്ങുന്നത് മുതൽ അപ്പൊ ഇവിടെ പോകുന്നു. അപ്പൊ മണിയമ്പിള്ള രാജ് ബാത്റൂമിലേക്ക് മണിയമ്പിള്ള രാജ് പോവുകയാണ്. അങ്ങനെ എല്ലാം കവർ ചെയ്തോണ്ടിരിക്കുക, എല്ലാം കണ്ടന്റ് ആണല്ലോ. അവിടെ സ്റ്റേജ് മാത്രം പുള്ളിക്കില്ല. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പുള്ളിയുടെ തീരാൻ പോണ് ആ സ്റ്റേജ്, ഇനി തീരാൻ പോണ്, ഇത്രേ ഉള്ളൂട്ട കണ്ടന്റ്. അങ്ങനെ ആ പരിപാടിക്ക് അവർ പോവുകയാണ്. ഗുഡ് ബൈ. അപ്പൊ ഇനി നമുക്ക് സ്റ്റേജ് പരിപാടി വേറെ ആൾക്കാർ ചാനലാണ്. അപ്പൊ എന്ത് ചെയ്തു, പ്രോഗ്രാം ക്യാൻസൽ ആയി എന്ന് പറഞ്ഞു. അടുത്ത കണ്ടന്റ് പ്രോഗ്രാം ക്യാൻസൽ ആയിരിക്കുകയാണ്, പുതിയ കണ്ടന്റ്. ഇവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്, ഇവരൊക്കെ എങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ വീണ്ടും ഇന്റർവ്യൂ. അപ്പൊ ഇനി നിങ്ങൾ എങ്ങനെ തിരിച്ചു പോകും? ഞങ്ങൾ വന്ന പോലെ തന്നെ പോകും. അത് ആര് കൊണ്ടുപോകും? കാരണം സ്പോൺസർ മാറിയിരിക്കുകയാണ്, ഇനി എന്ത് ചെയ്യും? അതൊരു കണ്ടന്റ്. ഞാൻ വിളിച്ചിരുന്നു, കൊത്തി നോവിക്കരുതേ. നമ്മൾക്കളോട് തിരിച്ചു വന്നു ഇനിയൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും ഹൈദരാലി നമ്മുടെ ഒരു സിനിമയുടെ അടുത്ത ഒരു വൈബാണ്. അതെ അതെ, നമ്മുടെ കമ്പനി അങ്ങനെയാണ്, നമ്മുടെ മൂവി വേൾഡ് മീഡിയ അങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്നത്. അതിന്റെ പ്രൊമോഷൻ അല്ലല്ലോ, മത്തിനെ കുറിച്ച് പറയാം. മൂവി വേൾഡ് മീഡിയ സിനിമയ്ക്കൊപ്പം നിൽക്കുകയാണ്. മൂവി വേൾഡ് മീഡിയ ഇൻഷാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോസ് തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ കൈ കോർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും സിനിമയ്ക്ക് വേണ്ടി. അങ്ങനെ മത്ത് പിടിച്ച് നമ്മൾ സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയാണ് എന്റെ മത്ത്. അല്ല ഹൈദരാലി ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. കാരണം ഒരുപോലെ തന്നെ ഒരു ഫിലിം അവാർഡിന് എന്നെ വിളിച്ചിട്ടുപോയി. അന്ന് അദ്ദേഹം വർക്ക് ചെയ്യുന്ന റിപ്പോർട്ടർ ചാനലില്ല. ഞാൻ അവിടെ ചെന്ന് സമാധാനമായിട്ടിരിക്കുകയാണ്. പരിപാടിയൊക്കെ തുടങ്ങാൻ പോണ്. റിപ്പോർട്ടർ ചാനൽ എല്ലാവരും റെഡിയായി കയറി. ഞാൻ പറഞ്ഞു ഞാനെന്താണ് ടീനിയാണ് അവതാരകൻ, എനിക്കൊരു എത്തും പിടിയില്ല. എന്നിട്ട് ബൈക്കിൽ പോണ ഒരു ജാക്കറ്റ് കൊടുത്തു, ഇതിട്ട് അങ്ങോട്ട് കയറിക്കോ. അപ്പൊ ആഷിക പറഞ്ഞു പുള്ളിനെ അറിയാൻ പാടില്ല, പുള്ളിക്ക് ഇതൊക്കെ പരിപാടി ലൈവ് തുടങ്ങിയത്. ഞാൻ അറിയാണ്ട് അവതാരകനായിട്ട് എന്നെ കയറ്റിയേക്കുന്നത്. നമസ്കാരം, ഈ ഫിലിം അവാർഡ്സിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. അല്ല ലൈവ് നമ്മളൊക്കെ ഞങ്ങളൊക്കെ പരിചയപ്പെടുന്നതല്ലേ ഏറ്റവും കൂടുതൽ മറ്റേ ലൈവ് മറ്റേ കീഴാറ്റൂർ ഇഷ്യൂ ഒക്കെ നടക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ സ്ഥിരം വിളിക്കും റിപ്പോർട്ടിങ്. എന്തായാലും നമ്മളൊക്കെ ഇങ്ങനത്തെ ബന്ധങ്ങളാണല്ലോ സിനിമയിൽ കൂടുതൽ അപ്പൊ കൂടുതലൊന്ന് സഹായിക്കും. ഇത്രയും ബന്ധമുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചത് മറ്റൊന്നുമല്ല, ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാനാണ്. ഈ സിനിമ കാണേണ്ട സിനിമയാണെന്ന് എനിക്ക് ഇത്ര നമ്മൾ വേറെ കാര്യങ്ങൾ പറഞ്ഞു ഈ സിനിമയിലേക്ക് തന്നെ നമ്മൾ ഇതിൽ നേരത്തെ താങ്കൾ പറഞ്ഞല്ലേ വ്യത്യസ്തമായ കുറെ മുഖങ്ങളുണ്ട് നമുക്ക്. ആ മുഖങ്ങളാണ് നമ്മളിവിടെ സംസാരിച്ചത്. ഇപ്പൊ ഡബിങ്ങിന് അതും വ്യത്യസ്തമായ മുഖങ്ങളാണ്. അത്ര വേറിട്ട മുഖങ്ങളുള്ള സിനിമയാണ് ടിനി. ഞാൻ അറിഞ്ഞനുസരിച്ച് ടിനിയുടെ ഒരു വേറിട്ട കഥാപാത്രം തന്നെയാണ് ടിനി, കാര്യത്തിൽ സംശയമില്ല. അതിപ്പം സന്തോഷ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വേറിട്ട ഒരു കഥാപാത്രമാണ്. ടിനിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സബ്ജക്റ്റാണ്, വലിയൊരു സിനിമയാണ് അല്ലേ. പ്രേക്ഷകരും അങ്ങനെ ഏറ്റെടുത്ത്. ഞാൻ നേരത്തെ നായികയെ കുറിച്ച് നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യണം. ആ നായികയെ എങ്ങനെ അഭിനയിച്ചു എന്ന് സെൻസർ ബോർഡ് സെൻസർ ചെയ്തപ്പോൾ വിളിച്ചു പറഞ്ഞെങ്കിൽ അത് വലിയൊരു അഭിനയ മികവ് കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാണ് എനിക്കൊന്ന്. അതിന്റെ എല്ലാം ക്രെഡിറ്റ് താങ്കൾക്ക് തന്നെയാണ്. അല്ല, ഇതിന് പുറകിലേ വേറൊരു കഥ പറയാനുണ്ട്. അതായത് അത് പറഞ്ഞില്ലെങ്കിൽ ഈ സംഭവം പൂർണ്ണമാവില്ല. തീർച്ചയായിട്ടും. ഞാനും എൻ്റെ സുഹൃത്ത് അജിയുണ്ട്. അജിയാണ് ഇതിൽ പിന്നെ നമ്മുടെ സിത്താരാമയെ പാടിയ പാട്ട് എഴുതിയിരിക്കുന്ന അജിയാണ്. ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ 10-15 വർഷമായി ഒരു പടം ചെയ്യണം എന്നൊക്കെ വെച്ച് നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പം താമസിക്കുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ വൈഫ് തൃശ്ശൂരാണ് വീട്, അവിടെ അതിനടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ ഞാനിങ്ങനെ
ഒരു പ്രൊഡ്യൂസറെ കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, പുള്ളി കാണാമെന്ന് പറയുന്നു, നാളെ വാ മറ്റന്നാളോ എന്നങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത സുഹൃത്താണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, KP അബ്ദുൽ ജലീൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ബിസിനസ്സാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു ദിവസം അപ്രതീക്ഷിതമായി ഇങ്ങനെ കാണുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ പരിപാടി, സിനിമ എന്ന് പറഞ്ഞ് നടക്കാൻ പറഞ്ഞിട്ട് കുറേ കാലമായിട്ടാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യരുത്. അപ്പോൾ പുള്ളി അതിനിടയിൽ ഒരു പടം ചെയ്തുകൊണ്ടേയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചാൽ ചെറിയ സബ്ജക്റ്റ് ഉണ്ടോ നിൻ്റെ കയ്യിൽ? ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ബഡ്ജറ്റിലൊക്കെ ചെയ്യാം, പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ് ഗംഭീരമാണ്. നീ ഇത്രയും കാലം ഇതൊക്കെ പിടിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ കയ്യിൽ ഒന്നുമില്ലാതെ നീ നടക്കൂലല്ലോ. അങ്ങനെ കഥയും കാര്യങ്ങളൊന്നും കേൾക്കണ്ട, നീ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുമെന്ന് പറയുന്നത്. അങ്ങനെ എന്താ പറയുക, ഒരു പ്രത്യേക സാഹചര്യം നമ്മളിങ്ങനെ കുഴിയിലൊക്കെ ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൈ തന്ന് സഹായിച്ച ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും. ആ പേര് പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൾ ജലീൽ എന്നാണ്. പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു. അല്ല, നിർമ്മാതാക്കളില്ലാതെ സിനിമയില്ല ഒരിക്കലല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും പിന്നെ അവരെ തന്നെയാണ് നമ്മൾ ആദ്യം റെസ്പെക്ട് ചെയ്യുന്നത്. കാരണം ഞാനൊക്കെ പറയുന്നത് നമുക്കൊക്കെ ഒരു നേരത്തെ നമ്മുടെ വീട്ടിലെ പട്ടിണി മാറ്റാനോ ഒരു ഭക്ഷണം കഴിക്കാനോ നമ്മുടെ ഈ ശരീരം, ഇപ്പം ടിനിൻ്റെത് എൻ്റെയും ശരീരം എന്ന് പറഞ്ഞാൽ ഈ നിർമ്മാതാക്കളുടെയും അല്ല നമ്മൾ എൻ്റെ തന്നെ നമ്മൾ ഒരു ജോലിയും ചെയ്തിട്ടില്ല, ഒരു ബിസിനസ്സും ഇല്ല. കാരണം പ്രോഗ്രാം ചെയ്ത സംഘാടകരുടെ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ റെസ്പെക്റ്റും ഒക്കെ അവരോട് തന്നെയാണ്. കാരണം അവരില്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രതിഭകളും ഇല്ല. ഒരിക്കലും ഇല്ല. കഥ എഴുതാൻ ഡയറക്ടർ ആക്ടർ ഉണ്ടാവും, പക്ഷേ പണം മുടക്കാൻ ഒരാൾ വേണമല്ലോ. അല്ല, മാതാവില്ലാതെ നമ്മൾ ജന്മമില്ല എന്ന് പറയുന്ന പോലെ നിർമ്മാതാവില്ലാതെ സിനിമയില്ല. അതൊരു മാതാവാണ്. തീർച്ചയായിട്ടും അതാണ് ആ ഒരു ഓർമ്മ എല്ലാവർക്കും ഉള്ളത് നല്ലതായിരിക്കും. വേണം ഉള്ളവര്. അല്ല, സുരേഷ് ഗോപി പോലും ജയിച്ചപ്പോൾ ലൂർദ് മാതാവ് എന്നല്ലേ പറഞ്ഞത്? മാതാവിന് നന്ദി പറഞ്ഞാൽ മതി. അല്ല, ഞാൻ പറഞ്ഞ മാതാവില്ലാണ്ട് ഒരു സ്ത്രീ ഇല്ലാണ്ട് എങ്ങനെ ജന്മം ഉണ്ടാകും? മാതാവില്ലാതെ ആർക്കും ജന്മമില്ല. നിർമ്മാതാവ് അതുപോലെ തന്നെ എന്താണ് ഞാൻ പറഞ്ഞത്. വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ വിളിച്ചിട്ടുണ്ട്, പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെതായ പ്രോട്ടോകോളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രോഗ്രാംസ്. അതെ, ജനറൽ ബോഡിക്ക് അറിയാലോ. നമ്മൾ ആദ്യം തന്നെ നമ്മൾ അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ ഒരു പ്രധാന കാരണക്കാരൻ. അതെ അതെ, കഴിഞ്ഞ വർഷമല്ലല്ലോ. ആ സുഹൃത്ത് ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അറിയാലോ ഏതൊക്കെ കടമ്പകൾ കടന്നു വന്നതാണെന്നുള്ളത്. ഞാൻ രാഷ്ട്രീയം ഏതുമായിട്ട് സന്തോഷിന്റെ രാഷ്ട്രീയമാണ്, എന്റെ രാഷ്ട്രീയമാണ്. സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തെ വിജയത്തെ എങ്ങനെ കാണുന്നു? ജനാധിപത്യ രാജ്യമാണല്ലോ. അപ്പോൾ ജനങ്ങൾ വോട്ട് നൽകി വിജയിക്കുന്നു. അപ്പോൾ ജനങ്ങളാണ് ഏറ്റവും വലിയ ഇവിടുത്തെ. അപ്പോൾ അവർക്ക് തോന്നി അദ്ദേഹത്തെ വിജയിപ്പിക്കണം. കാരണം ഒരിക്കലും സുരേഷ് ഏട്ടൻ്റെ രാഷ്ട്രീയവും എൻ്റെ രാഷ്ട്രീയം തമ്മിൽ ഒരിക്കലും യോജിക്കില്ല എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ആശയത്തിലൂടെ പോകുന്നതാണ്. അത് ഈ അടുത്ത കാലത്താണ് ഒരുമിച്ച് 1-2 സിനിമകൾ ഒരുമിച്ച് അഭിനയിക്കാൻ സാധിച്ചത്. ഇപ്പോൾ എൻ്റെ കീഴാറ്റൂർ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ വന്നപ്പോൾ പോലും അദ്ദേഹം എന്നെ കാണാൻ പോലും അന്വേഷിച്ച ഒരാളാണ്. അത് വലിയൊരു മനസ്സാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്ത് ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒറിജിനൽ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അവിടെ നടന്ന കാര്യങ്ങൾ എന്താണ്. പക്ഷേ അദ്ദേഹത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് വെച്ചാൽ അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ എന്നതിലപ്പുറം ഒരു ഭയങ്കര മനുഷ്യസ്നേഹിയാണ്. സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് വളരെ അപൂർവ ആൾക്കാരേ ഉള്ളൂ. അതിൽ പെട്ട ഒരാൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ജയിച്ചു വരുമ്പോൾ നല്ല പ്രതീക്ഷയുണ്ട്. പക്ഷേ അദ്ദേഹം മറ്റൊരു തരത്തിൽ എവിടെയും ലോക്കായി പോകാൻ പാടില്ല. അദ്ദേഹം നല്ല ഭരണാധികാരിയാവണം, നല്ല മന്ത്രിയാകണം, നല്ല പൊളിറ്റീഷ്യൻ ആകണം. പക്ഷേ നമ്മൾ ഇത്രയും കാലം നമ്മളെ കേരളം കാത്തു സൂക്ഷിക്കുന്ന വലിയൊരു മതേതരത്വമുണ്ട്. മതത്തിൻ്റെയും ജാതിൻ്റെയും പേരൊന്നും അധികം തമ്മിൽ തല്ലുകൂടാത്ത ഇന്ത്യയിലെ ഒരു നല്ല സംസ്ഥാനമാണ് കേരളം. അത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് അദ്ദേഹം പറയുന്നത് തന്നെയാണ്. അദ്ദേഹം നല്ല ഒരു മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു നല്ല പൊളിറ്റീഷ്യനായിട്ട് അദ്ദേഹം വരും. അദ്ദേഹത്തിനും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ്. കാരണം വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരവൻ്റെ ഇഷ്ടമാണ്, അല്ലേ? ജനങ്ങൾ അത്രയും വോട്ട് ചെയ്തു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് ജയിച്ചു. അദ്ദേഹത്തിൻ്റെ വിജയത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാനൊരു മെസ്സേജ് വിട്ടിരുന്നു, മെസ്സേജ് അദ്ദേഹം റെസ്പോണ്ട് ചെയ്തു. അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം. റെസ്പോണ്ട് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം ക്ഷണിച്ചിരുന്നു. എന്നെപ്പോലത്തെ ഒരു ചെറിയ നടനെ പോയി പങ്കെടുത്തിരുന്നു. അതാണ് നമ്മൾ ഇതെല്ലാം അൾട്ടിമേറ്റ് എന്ന സ്നേഹമാണ്. നമ്മൾ രാഷ്ട്രീയം ആശയമൊക്കെ ഉണ്ടാവും, പക്ഷെ മനുഷ്യരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുക, വലിപ്പച്ചെറുപ്പമില്ലാതെ. എനിക്ക് അങ്ങനെ ഒരുപാട് സ്നേഹം. ഞാൻ പറയാം, ഞാൻ വലിയ നായകനായിട്ടോ വലിയ സിനിമകളൊന്നും ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഈ പറഞ്ഞ ഇവരുടെ നിന്നൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്നതും അത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നതും. അതിൽ യാതൊരു ഇതുമില്ല. സുരേഷ് ഏട്ടൻ്റെ രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ, രാഷ്ട്രീയത്തെ ജനങ്ങൾ സ്വീകരിച്ചു, തൃശ്ശൂർക്കാർ സ്വീകരിച്ചു. ഇനി അത് അയാൾ തുടർന്നു കൊണ്ടുപോയി നല്ല പ്രതീക്ഷയുണ്ട് അയാൾ സമൂഹത്തിന് വേണ്ടി ചെയ്യും. പിന്നെ ഇത് തന്നെ നമ്മുടെ രാജ്യം എങ്ങനെയാണോ, നമ്മുടെ നാട്
ഇതേ സ്നേഹത്തോടു കൂടി ഇതേ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്, അതിൽ വേറെ ഒന്നുമല്ല. തീർച്ചയായിട്ടും അത്ര ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പോലും തെറ്റുകൾ ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് വിമർശിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും എഴുതാറുണ്ട്, തുറന്ന് എഴുതാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും മനുഷ്യന്മാരായിട്ട് ഇവിടെ ജീവിക്കണം. നമ്മളിവിടെ കിട്ടി, ഇനി അടുത്ത തലമുറയ്ക്ക് ഈ ഭൂമി ഇതുപോലെ കൊടുക്കണം അല്ലേ? നമ്മളത് നശിപ്പിക്കാൻ പാടില്ല. നമ്മൾ ഈ അഹങ്കരിച്ചതൊക്കെ നമ്മൾ ജീവിച്ചു നോക്കാൻ ഇതിന് മുന്നേ പോയ തലമുറ നമുക്ക് തന്നതുകൊണ്ടാണ്. അവർ നട്ടുവളർത്തിയ നമ്മൾ ഇപ്പം ഐതർക്കിയും ഞാനും ടിനിയും അല്ലെ രഞ്ജിയും നട്ടുവളർത്തിയ ഏതെങ്കിലും മരം വളർന്ന് വലിയ പന്തലിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ മുന്നേ പോയ ആൾക്കാർ, അത് സിനിമ പോലും അങ്ങനെ വേണം വായിക്കാം, അവർ നട്ടുവളർത്തി പന്തലിച്ച അതിൻ്റെ തണലിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. നമ്മളത് പിഴുതെടുക്കാൻ പാടില്ല. അതവിടെ തന്നെ കിടക്കട്ടെ കുറേ കാലം. സിനിമകളുമായാലും നാടകമായാലും കലയും രാഷ്ട്രീയവും സമൂഹവും പ്രകൃതിയും ഒക്കെ അങ്ങനെ ഒരു തലമുറ ഉണ്ടാക്കിയതാണ്. അതിനൊരു പെട്ടെന്ന് പറ്റി നിരാകരിക്കുവാനോ ഒന്നും പാടില്ല. അതിൻ്റെ കീഴിൽ നമ്മൾ ജീവിക്കണം ഒത്തൊരുമയോടുകൂടി. ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോകാൻ സുരേഷ് ഗോപി ചേട്ടൻ എന്ന വ്യക്തിക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു മനുഷ്യസ്നേഹിയാണ്, നല്ല സഹായിയാണ്, രാഷ്ട്രീയത്തിനപ്പുറം നല്ലൊരു മനുഷ്യസ്നേഹി, നല്ല സഹായമാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം സുരേഷ് ചേട്ടന്റെ വിജയത്തെ ആഘോഷിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ ഇപ്പം സുരേഷ് ചേട്ടൻ ജയിച്ചപ്പോൾ ഇപ്പം മമ്മൂക്കയ്ക്ക് വ്യത്യാസം ഉണ്ടായിരിക്കാം, ലാലേട്ടന്, പക്ഷെ എല്ലാവരും ഒരേപോലെയാണ് അദ്ദേഹത്തിന് കൺഗ്രാജുലേഷൻ പറഞ്ഞത്. ടിനിയായിട്ട് പിന്നെ വളരെ ഞാൻ അതിന്റെ വിശദീകരണം തരേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഉള്ളതാണ്. അല്ല, അതാണ് വേണ്ടത്. ഞാൻ പറയാം, നമുക്ക് രാഷ്ട്രീയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം അതാണല്ലോ നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത. അത് നാടിന് വേണ്ടി ആകുമ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും അങ്ങനെ നാടിന് വേണ്ടി ആകട്ടെ, ഈ സിനിമയുടെ കഥയും നാടിന് വേണ്ടി ആകട്ടെ. അല്ല, ഇത് ഈ നാടിന് അത്യാവശ്യമാണ്. ഈ നാട്ടിൽ ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും. എന്താ പറയുക, ഒന്നും കൂടി പറഞ്ഞു നിർത്താം. നമ്മളിപ്പം സിനിമ എന്ന് പറയുമ്പോൾ കല രണ്ട് തരത്തിൽ ധർമ്മം നിർവഹിക്കും എന്ന് വിശ്വസിക്കുന്ന ആളെ ഞാൻ. ഒന്ന് ഭയങ്കര എൻ്റർടൈൻ ചെയ്യിക്കും. കലയ്ക്ക് വേണ്ടി, കല സമൂഹത്തിന് വേണ്ടി ആയിരിക്കണം. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാം, എത്രയോ സിനിമകൾ, എത്രയോ കലാരൂപങ്ങളൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാടിൽ. ഇന്നലെ പോയി ഞാൻ ട്രെയിനിൽ വരുമ്പോൾ ഒരു ചെറിയൊരു അനുഭവം പറയാം. ഒരു 70 വയസ്സുള്ള കുറേ ടീം ട്രെയിനിൽ അവർ റീയൂണിയൻ SLC ബാച്ചിൻ്റെ ഇവിടെ ഒരു ടൂറിന് പോവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് ആ കേരളത്തിൽ ഇത്രയധികം റീയൂണിയൻ നടന്നത് എന്തുകൊണ്ടറിയാം? ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയ ശേഷം. തീർച്ചയായിട്ടും സത്യമാണ്. കാരണം പഴയ സൗഹൃദങ്ങളെ കൂട്ടിപ്പിടിക്കുന്നു, അവർ സംസാരിക്കുന്നു, കാണുന്നു, പഴയ കാര്യം. പിന്നെ അതുമാത്രമല്ല, അവർ വെച്ചാൽ ഇപ്പോൾ 70-ാം വയസ്സിൽ ഭയങ്കര ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഇവരൊക്കെ. മക്കളും പേരക്കുട്ടികളൊക്കെ വിദേശത്ത്. അവരവരെ പഴയ 10ാം ക്ലാസ്സിലെ ആൾക്കാരെയും കൂട്ടിപ്പിടിച്ചാൽ ഇതൊരു സിനിമ ഉണ്ടാക്കുന്നതാണ്. മനസ്സിലായി? അപ്പോൾ കല സമൂഹത്തിനും കൂടിയാണ്. പക്ഷെ മറ്റ് പല സിനിമ കണ്ട് നമ്മൾ ഭയങ്കര കൊട്ടിഘോഷിച്ച് താഴ്മാതിച്ച് കൈയടിച്ച് നമ്മൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അത് വിടും. അതും നമുക്ക് വേണം. അതുപോലെ ഈ മത്ത് കൃത്യമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര പറഞ്ഞാലും പുരുഷാധിപത്യം നിലനിൽക്കുന്ന ഈ സമൂഹത്തിൽ ഇപ്പോഴും അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ എല്ലാ ബലങ്ങളും നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നതും സ്ത്രീകൾക്ക് നേരെയാണ്. അപ്പോൾ അതിന് എതിരെയുള്ളൊരു നല്ലൊരു കണ്ണാടിയായിട്ടാണ് ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. സമൂഹത്തിന് ഇപ്പോൾ ക്ലാസ്മേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ എന്നെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തത്, എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത ഇത് തന്നെയാണ് എൻ്റെ സിനിമയുടെ ലൈഫും ചേഞ്ച് ചെയ്തത്. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റിൽ ഒരു ഡയലോഗുണ്ട്. പുണ്യാളൻ മമ്മൂക്കടുത്ത് പറയുന്നതാണ്, പ്രശസ്തി വേണം, ഇത് വേണം, മറ്റേ പത്മശ്രീ വേണമെന്ന് പറയുമ്പോൾ, അപ്പോൾ സ്വർണം കൊണ്ട് ദൈവത്തിൻ്റെ ഗോപുരം പണിയുന്നവരല്ല, ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവനാണ് പുണ്യം എന്ന് പറഞ്ഞു. എനിക്ക് അതിൻ്റെ കൃത്യം വ്യാഖ്യാനം മനസ്സിലാൻ രഞ്ജിത്ത് സാറിന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞതല്ലേ, ദൈവത്തിന് കോടികൾ മുടക്കി പള്ളി പണിയുന്നുണ്ട്. ഞാനിത് പറഞ്ഞിട്ട് പള്ളിയിൽ വിവാദമായി. ആരും ഇനി പള്ളി പണിക്ക് പിരിവ് ചോദിച്ചാൽ ആരും തരൂല എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ്, പള്ളി ദൈവത്തിന് വീട് വെച്ച് കൊടുക്കണ്ട, ഒരു ദൈവത്തിന് അമ്പലവും പള്ളിയൊന്നും വെച്ച് കൊടുക്കണ്ട, അവർക്ക് ആവശ്യത്തിനുണ്ട്. പിന്നെന്താണ്, ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവൻ. അതെങ്ങനെയാണ്? ഇപ്പം ഞാൻ സിനിമയിലുണ്ടെങ്കിൽ വേറെ തന്നെ സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടിരിക്കുക, അതാണ് പുണ്യമെന്ന്. അതാണ് എന്നെ മനസ്സിനെ മാറ്റിയിട്ടും ഈ ഡയലോഗ്സ്. അതെ, അപ്പോൾ ഈ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാം അത് ഞാൻ ചെയ്ത് ഒരുപാട് പേരെ കൊണ്ടുവരാനുള്ള മൈൻഡ് ഉണ്ടാക്കിയത്. കാരണം അതാണ് പുണ്യം. അല്ലാണ്ട് നീ നിന്റെ വീട്, നിന്റെ കാറ്, നിന്റെ അതല്ല സാമൂഹ്യ ജീവിയാന്നുള്ളത്. അതാണ്. അതുപോലെ ഈ മത്തില് ഒരു ഇത് കൊടുക്കുന്നുണ്ട്, നമ്മൾ കുടുംബം എങ്ങനെ കൊണ്ടുപോകണം. തീർച്ചയായിട്ടും അങ്ങനെ കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം കാണേണ്ട ഒരു സിനിമ തന്നെയാണ് മൊത്തം. അതിൽ നല്ലൊരു പാട്ടിനെ കുറിച്ചും അതിൻ്റെ ഒരു 2 ലൈൻ ടിനി പാടി നമ്മൾ അവസാനിപ്പിക്കും. കറക്റ്റ്, അത് നല്ല തീരുമാനമാണ്. അത് അതിൽ പാടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, പൂച്ച ഓടിപ്പോയതാണ്. എല്ലാവരും ഓടിപ്പോട്ടെ. അടഞ്ഞ സ്റ്റുഡിയോ ആണെങ്കിൽ കുഴപ്പമില്ല, അടഞ്ഞിരിക്കുക. ഇവിടെ ഇരിക്കുന്നവരെ ഓടിപ്പോവില്ല. കാരണം ഇത് ഹൈ റേഞ്ചിൽ പാടണമെങ്കിൽ ഞാൻ ലോ പിച്ചിൽ പാടാം. അല്ല, കുറച്ച് കഴിയും കുഴപ്പമില്ല. നിങ്ങൾ തൊട്ട് മുമ്പ് ഉണ്ടല്ലോ ഒരു ഡയലോഗ് പറഞ്ഞില്ലേ, ഹസ്കി ആയിട്ട് പറഞ്ഞു, അത് ഏതാ പിച്ച് അതെ.
അത് ശരിക്കും ഉണ്ടെങ്കിൽ ആ ഒരു പിച്ച് കിട്ടണമെങ്കിൽ ആ ട്രാക്ക് ഇടേണ്ടി വരും. ട്രാക്ക് ഇട്ടോ കോപ്പറേറ്റ് കിട്ടും നമുക്ക്. അല്ല ട്രാക്ക് എന്നാലേ കുറച്ച് പേര് നമ്മൾ ഈ ഇന്റർവ്യൂ കാണണ്ടേ. എന്റെ കുഞ്ഞല്ലേ നീ അച്ഛന്റെ പൊന്നല്ലേ, പൊന്നുമോളല്ലേ നീ എന്റെ തങ്കക്കൂടമല്ലേ, വാരിളം തേനല്ലേ നീ താരിളം പൂവല്ലേ, വാടിയിരുന്നാലോ അച്ഛന്റെ നെഞ്ചിലെത്തിയല്ലേ. പാടും കുയിലോ നീയാടും മയിലോ, പാലൂറും ചിരിയോ നിൻ തേൻമൊഴിയോ, കണ്ണാടിപ്പുഴയിലെ ചില്ലോളമോ, മാനത്തെ അടിപൊളി. സൂപ്പർ. ഇത് തിയേറ്ററിൽ ഓടുകയല്ല, തിയേറ്ററിൽ കയ്യടിയോട് ആരവമുണ്ടാകും. അതാണ് ഞാൻ പറയുന്നത്. എൻ്റെ സിനിമ ആണോന്നും പറഞ്ഞ് തീരുമാനിച്ചാരും വരില്ല. പക്ഷേ ഈ സബ്ജക്റ്റ്, ഈ സിനിമ, ഈ ഇതിൻ്റെ ഇത് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് റിക്വസ്റ്റ് സ്പൂണിൽ ഫീഡ് ചെയ്ത് കൊടുത്താലേ വരുള്ള ആൾക്കാർ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ ഒരു സ്ഥലത്തും നിരാശപ്പെടുത്തിയിട്ടില്ല. ഏത് TV ഷോ ആണെങ്കിലും എല്ലാം നിറഞ്ഞ കയ്യടിയോടി ഏറ്റെടുത്തിട്ടുള്ളതാണ്. അവർ തീർച്ചയായിട്ടും തിയേറ്ററിലും വന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. ജൂൺ 21 ജൂൺ 21-ാം തീയതി മറക്കണ്ട. 21-ാം തീയതി തിയേറ്ററിൽ പോയി കുടുംബസമേതം കാണേണ്ട ഒരു സിനിമയാണ് മത്ത്. ആ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ, കൂടെ ഉണ്ടാകും. താങ്ക് യു.